കടല് പോലെ അലയൊലികൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും അതിജീവനത്തിന്റെ പാതയിൽ ആത്മവിശ്വാസത്തോടെ നിവർന്നു നിൽക്കുകയാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും നാടകകൃത്തും എഴുത്തുകാരിയുമായ രേവതി. സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിലെ ചലച്ചിത്രമേളയിൽ തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ രേവതിയുടെ കഥയുമുണ്ട്. ഈ മേളയിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്ന ഞാൻ രേവതി എന്ന ഡോക്യുമെന്ററി ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ കഥയാണ്. കാണാം. കടൽ പോലെ ആർത്തലയ്ക്കുന്ന ജീവിതകഥയാണ് ഇന്ത്യയിലെ പ്രമുഖ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും നാടകപ്രവർത്തകയുമായ രേവതിക്ക് പറയാനുള്ളത്. തീണ്ടാപ്പാടാകലെ പോലും നിർത്താതെ അവഗണിച്ച മനുഷ്യർ നൽകിയ വേദനയുണ്ട് രേവതി എന്ന 57-കാരിക്ക്. കെട്ടകാലത്തെ മറികടന്ന് അവരിപ്പോൾ ദുരിതമനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു വേണ്ടി ഇന്ത്യയൊട്ടാകെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. കടൽ പോലെയാണ് തൻ്റെ ജീവിതമെന്ന് രേവതി പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ല. இந்த கடல் அலை எப்படி ஓயாத ஒழிச்சுக்கிட்டே இருக்குதோ அதே மாதிரி தான் என்னுடைய கதையும். கிட்டத்தட்ட 14 வயசுலேருந்து இன்றைக்கி 57 வயசு வரைக்கும் இந்த கடல் அலை மாதிரி இன்னும் ஓயாத உழைச்சிக்கிட்டு தான் இருக்கேன். இந்த அலையை எல்லோரும் வந்துட்டு பார்த்து ரசிக்கிறாங்க. ஆனால் இந்த அலைக்கு தான் தெரியும் அதனுடைய வேதனைகள் என்ன, அதனுடைய கஷ்டம் என்ன, அதனுடைய இயற்கை என்ன, அதெல்லாம் அந்த கடல் அலைக்கு மட்டும்தான் தெரியும். அந்த மாதிரி ஞான் ரேவதி பார்க்குறதுக்கு எல்லாரும் நல்லா தானே இருக்கா அப்படின்னு தான் சொல்லுவாங்க. ஆனால் எனக்குள்ளே இருக்கிற கசப்பு, இனிப்பு, துவர்ப்பு, வாழ்க்கையில் எல்லாத்தையும் கடந்து வந்த அந்த പാത தான் ஞான் രേവതി. സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ രേവതിയുടെ ജീവിതം പറയുന്ന ഞാൻ രേവതി എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നുണ്ട്. മാധ്യമ ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫറായ അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി വിവിധ അന്താരാഷ്ട്ര മേളകളിലേക്കുൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപഹസിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന ഇടങ്ങളെയെല്ലാം തരണം ചെയ്ത് ഈ മനുഷ്യർക്കും പൊതുസമൂഹത്തിൽ അന്തസ്സോടെ അവരുടെ പേര് പറയാൻ കഴിയേണ്ടതുണ്ടെന്ന് രേവതിയുടെ ജീവിതം വ്യക്തമാക്കുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.